വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാൻ ചെയ്യുന്നത് ഒരു ലഞ്ച് മെനു ആണ്. ലഞ്ച് മെനു കൂടാതെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ഗസ്റ്റ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ അത്ര വലുതൊന്നല്ല കേട്ടോ, എന്നാൽ ചെറുതുമല്ല, നല്ല ചെമ്മീനായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ബിരിയാണി അങ്ങനെയുള്ളതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സാധാരണ ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മീൻ കറി വെക്കാൻ പോവാണ്. റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് മീൻ കറി വെക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ റെസിപ്പിയൊന്നും പറയണില്ല. നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ കറി വെക്കുന്നത് മാങ്ങ വെച്ചിട്ടുണ്ടോ. മാങ്ങ മാത്രമല്ല കേട്ടോ, അല്പം പുളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചെമ്മീൻ കറിയിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇട്ടാലേ കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അതിടാമെന്ന്, പിന്നെ തോന്നി അത് വേണ്ട. അപ്പോൾ മുരിങ്ങക്കായുടെ ഒരു ടേസ്റ്റാണ് അതിന് മുന്നിട്ട് നിൽക്കാമെന്ന് ഇക്ക പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. മാങ്ങ മാത്രം ചേർക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. മാങ്ങ മാത്രമല്ല കേട്ടോ പുളിക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, അല്പം പുളിയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് കറിക്ക് കലക്കി വെച്ച് ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, മീൻ ചേർക്കുന്നതോടു കൂടി ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ആദ്യം ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീനിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുള്ളിയൊക്കെ താളിച്ചൊഴിക്കൂലേ, അത് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം മീൻ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പയറും പിന്നെ മത്തയായിരുന്നു കേട്ടോ ഞാൻ പച്ചക്കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം പച്ചക്കറിയും നമുക്ക് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കടുക് താളിച്ചൊഴിക്കുകയാണ്. നമ്മുടെ പച്ചക്കറിക്ക് കുറച്ച് റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ അല്പം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ മീൻ കറിയും പച്ചക്കറിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് കുക്കായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെമ്മീൻ കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോവക്ക ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇത് നന്നായി വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കോവക്ക അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോവക്ക അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ നേരമില്ലാത്ത കാരണം കേട്ടോ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കോവക്ക അരിഞ്ഞ് ഇത് ചേർത്തിട്ട് അതൊന്നൊരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാറ്റി വെച്ചിട്ടാണ് കേട്ടോ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോവക്ക ഒരു 1/4 ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ട് അതിലേക്ക് മുളകും പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, വേപ്പില ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ നാളികേരമൊക്കെ ഇതിൽ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കോവക്ക മെഴുക്ക് പുരട്ടിക്ക് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അടുത്ത പരിപാടിക്ക് നിന്നത്. അപ്പോൾ ഞാൻ വരുന്നവർക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും അതുപോലെ തന്നെ നല്ല കട്ടപ്പാലും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മാങ്ങ അടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു റോബസ്റ്റ പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്ന ടൈമിലാണ് കേട്ടോ ഞാനത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തെടുക്കുകയാണ്. പപ്പടം വറുത്തെടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ പപ്പടം വറുത്തെടുക്കുകയാണ്. പപ്പടം വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ മീൻ കായം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയിട്ടാണ്, കുറച്ച് ഓയിൽ അതിൽ നിന്ന് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഓർക്കാതെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ചെയ്തത്. അപ്പം സാരില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാൻ മീനൊക്കെ വറുത്തെടുക്കുകയാണ്. അപ്പം അതും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാൻ മീൻ വറുത്തെടുത്തത്. ഇപ്പം എൻ്റെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഒരു അരമണിക്കൂറിന് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവർ വന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് ഇക്കടെ സിസ്റ്ററാണ്. സിസ്റ്റർ മീൻസ് ഇക്കടെ കുഞ്ഞുപ്പാടെ മകളുടെ മകനുമാണ് കേട്ടോ. ഇവർ ഗൾഫിലാണ്. 2 വർഷം കഴിഞ്ഞിട്ടോ അവർ പോയിട്ട്. അപ്പം ഇപ്പോൾ വന്നപ്പം ഇക്ക പറഞ്ഞതാണ് കേട്ടോ, ഇനിയിപ്പോൾ അവിടെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഇന്നിവിടെ കൂടാന്ന് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ അവർ വന്നത്. പിന്നെ അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം അവർ സംസാരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ചൊക്കെ ടേബിളിൽ കൊടുന്ന് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തൈരിൽ ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തൈര് ചോറിലേക്ക്. അപ്പോൾ അതും കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവർ സംസാരിച്ചിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം സിറ്റ് ഔട്ടിൽ നല്ല ചൂടുമാണല്ലോ. അപ്പം ഈ ചൂട് സമയത്ത് ഈ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ നല്ല കാറ്റൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. എനിക്കൊക്കെ ഈ ചൂട് ടൈമിൽ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടുന്ന കാരണം ഞാൻ അധികം സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇപ്പം അധികം കഴിച്ചു കൂട്ടുന്നത്. പുറത്തുനിന്നുള്ള കാറ്റും ഫാനും എല്ലാം കൂടെ ആകുമ്പം നല്ലൊരു സുഖമാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പം. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയാണ്. അങ്ങനെ അവർ യാത്രയാവുകയാണ് കേട്ടോ. അവർക്ക് പല സ്ഥലങ്ങളിലും പോവേണ്ടതുണ്ട്, അതുകൊണ്ട് അവർ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടി കാണിക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ എനിക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവർ യാത്രയാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇത് അവർ വരുമ്പോൾ കൊണ്ടുവന്ന സ്വീറ്റ്സും കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി എൻ്റെ വീഡിയോ നിങ്ങൾ ഒരിക്കൽ കൂടി പറയണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു.